നമ്മൾ ആമ്പലും താമരയൊക്കെ നടാൻ വേണ്ടിയിട്ട് ആദ്യം ഡബ്ബിൽ കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള മണ്ണ് പകുതിയോളം ബേസിനിൽ നിറച്ചിട്ട് നമ്മൾ താമര ആണെങ്കിൽ സൈഡിലാണ് നട്ടു വെക്കണം ട്യൂബർ. അത് ലിയാംഗ്ലി എന്ന് പറയും. ഏറ്റവും ചെറിയ താമരയാണ്. ഏറ്റവും ചെറുത് നമ്മൾ ചെറുതിലൊക്കെ നട്ടാലും ഉണ്ടാവും. ചെറിയ പൂവാണിത് കണ്ട. ഇത്തിരി കൂടി വലിയതിൽ നടയിൽ ഇത്തിരി നന്നായിട്ട് വലുതാകും. നമ്മൾ ചെറിയ കറച്ചിട്ട് പിന്നെ ചെറിയ ചായക്കപ്പിലൊക്കെ നടുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫിദ. എല്ലാവർക്കും ഫിദൂസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഐഷായിത്താൻ്റെ വീട്ടിലാണ്. ഇങ്ങനെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന ഐഷായിത്താൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൺലൈൻ സെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആമ്പലും താമരയൊക്കെ വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ആമ്പലും ഇങ്ങനെ വാട്ടർ പ്ലാന്റ്സ് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടുത്തെ ഗാർഡൻസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് താമരയല്ലേ? അത് ലിയാംഗ്ലി എന്ന് പറയും. ഏറ്റവും ചെറിയ താമരയാണ്. ഏറ്റവും
ഇത് ബ്ലൂ വിസിൽ എന്ന് പറയത്തില്ല, അതങ്ങനെ നടണം. ചിലതിൻ്റെയൊക്കെ ചിലതിൻ്റെ ഇലയിന്ന് വരും, ചിലത് ട്യൂബർ ഉണ്ടാകും താഴത്ത്. പിന്നെ ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ താമരയാണ് വച്ചേക്കുന്നത്. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ഇതെന്താ? ഇതൊരു പുതിയ താമര, സീഡിന്നുണ്ടായ താമരയാണ്. ഇതില്ലേ? ഇതതിന്റെ വിത്താണ്. വിത്ത്. അപ്പൊ ഇതെങ്ങനെ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മളിപ്പോ പുതിയ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അവിടെ ഒന്നും ഇല്ലാത്തൊരു പുതിയ വെറൈറ്റി ആണത്. അപ്പൊ രണ്ടാമത്തെ ബെഡാണത്. അത് പുതിയ ഒരു വെറൈറ്റി താമരയാണത്. നമ്മൾ പിന്നീട് അത് സെയിൽ ചെയ്യും. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇടാം. പിന്നെ ഇത് എന്തെങ്കിലും ചെയ്യണ്ട? ഈ സീഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത്ര വലിയ വിത്തായിരിക്കണം. വലിയ വിത്ത്. സീഡിന്ന് അങ്ങനെ കഴിയുന്നതും വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. സീഡിന്നൊക്കെ താമരയുടെ ട്യൂബർ തന്നെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിനിപ്പോൾ നമ്മൾ ഇത് പൂവൊക്കെ ഉണ്ടാവലൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകളും പുതിയതൊക്കെ വരാണ്ടായി കഴിയുമ്പോൾ പിന്നെ അത് ഡോർമൻസി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളിത് റീപോർട്ട് ചെയ്യും. നമ്മളിത് മൊത്തം ബേസിനിലെ വെള്ളം കളഞ്ഞ് കമത്തിയിട്ട് അതിലെ ട്യൂബറൊക്കെ നമ്മൾ എടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് നടാനുള്ളത് എടുത്ത് ബാക്കി നമ്മൾ സെയിൽ ചെയ്യും. ഇവിടുത്തെ ഇത്ത നമുക്ക് വിശദമായിട്ട് ഇങ്ങനെ വാട്ടർ പ്ലാന്റ്സിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വീഡിയോസിനെ നമുക്ക് കാണാം. അക്കലക്കും ബൈ.